Hello friends, welcome back to Kinz. Me Shamla. Friends, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ചെറിയൊരു അൺബോക്സിംഗ് റിവ്യൂ അതുപോലെ തന്നെ കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈ USB അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയാണ്. ഒന്ന് നമ്മുടെ TP ലിങ്കിൻ്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ വേറെ ഒന്ന് നമ്മുടെ ടെറാബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ രണ്ട് പ്രൊഡക്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെയും ചെറിയൊരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോട്ട് കിടക്കാൻ മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്പർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് TP ലിങ്കിൻ്റെ ഒരു വൈഫൈ അഡാപ്റ്ററാണ്. എൻ്റെ ഫ്രണ്ടിൽ തന്നെ 150 MB/s എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഹൈ ഗ്രീൻ ആൻറ്റീനാണെന്നോ WBS ബട്ടണൊക്കെ ഇടുന്നു പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ടോപ്പ് സൈഡ് നോക്കി കഴിഞ്ഞാൽ മാക്കിലും അതുപോലെ തന്നെ വിൻഡോസിനും സപ്പോർട്ട് ആവുമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യും, ഇതെങ്ങനെ വർക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്തായിട്ട് ഡിഫറെന്റ് ലാംഗ്വേജിലായിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ടോപ്പ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് സൈഡിലായിട്ട് TP ലിങ്ക് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വർഷം വാറന്റി എന്നും പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് 150 MB/s എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്കിൽ സപ്പോർട്ട് ആവുന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു വൈഫൈ അഡാപ്റ്റർ അവിടെ ഇരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല കാണാൻ സ്റ്റൈലിഷ് ലുക്കും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടിയേക്കുന്നത് ഒരു ഡാറ്റ കേബിളാണ്. ഈ ഒരു ഡാറ്റ കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വൈഫൈ അഡാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ PCയും തമ്മിലായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കേബിളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേബിൾ വേണമെന്നില്ല, നമുക്ക് നമ്മുടെ ഈ ഒരു വൈഫൈ അഡാപ്റ്റർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ PCയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയേക്കുന്നതിൻ്റെ യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വർക്കാവും, എങ്ങനെ സപ്പോർട്ടാവും, അതുപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഒരു CD ആണ്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു TP ലിങ്കിൻ്റെ ഈ ഒരു വൈഫൈ അഡാപ്റ്ററിൻ്റെ ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളൊരു CD ആണ്. വേറെ സാധനങ്ങളൊന്നും നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ഒപ്പം കിട്ടണില്ല. ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടണുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടെറാബൈറ്റിൻ്റെ ആ ഒരു വൈഫൈ അഡാപ്റ്റർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പാക്കിലാണ് നമ്മുടെ ടെറാബൈറ്റിൻ്റെ USB മിനി അഡാപ്റ്റർ പാക്ക് ചെയ്ത് വന്നത്. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ലുക്കും അതുപോലെ തന്നെ ചെറിയൊരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ പാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ ഒപ്പം എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെയും കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ ഒരു കാർഡിൻ്റെ ഉള്ളിലൊരു CD ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്തൊന്ന് പുറത്തെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു CD ആണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. CD എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു CD-യുടെ പകുതിയേ ഉള്ളൂ, ഒരു മിനി CD ആണ് വന്നേക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ജസ്റ്റ് ഒരു CD-യും പിന്നെ നമുക്ക് ആ ഒരു മിനി USB അഡാപ്റ്ററും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ സൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുവിരലിൻ്റെ പകുതിയെ സൈസുള്ളൂ. വളരെ ചെറിയ ഒരു USB അഡാപ്റ്ററാണ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതൊന്ന് PC ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോണത് നമ്മുടെ TP ലിങ്കിൻ്റെ ഒരു USB അഡാപ്റ്ററാണ്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ WPS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് പാസ്വേഡ് ഇല്ലാണ്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ സഹായിക്കും. അതിൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ആ ഒരു ആൻറ്റീന നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ആൻറ്റീന നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ വൈഫൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഞങ്ങളുടെ PCയിൽ ഓൾറെഡി ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഡ്രൈവേഴ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് കണക്ട് ചെയ്യാണ് വൈഫൈ ആയിട്ട്. ഇപ്പോൾ ഇത് വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പീഡ് ടെസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വന്നേക്കുന്നത് 19.83 ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ വേരിയേഷനൊക്കെ വന്നായിരുന്നു. ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ 20 മേലെയൊക്കെ ഡൗൺലോഡിംഗ് സ്പീഡ് പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പീഡ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഏകദേശം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൗൺലോഡിംഗ് സ്പീഡും അപ്ലോഡിംഗ് സ്പീഡൊക്കെ. അപ്പോൾ ഇതൊന്നും കറക്റ്റ് സ്പീഡല്ല, നെറ്റിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷനൊക്കെ വരും.
അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത് നമ്മുടെ TP-Linkൻ്റെ ആ ഒരു സ്പീഡാണ്. ഇനി നമുക്ക് നമ്മുടെ ടെറാബൈറ്റിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ടെറാബൈറ്റിൻ്റെ ആ ഒരു മിനി അഡാപ്റ്റർ നമുക്ക് ജസ്റ്റ് CPM ഒന്ന് കണക്ട് ചെയ്യാം. CPM കണക്ട് ചെയ്ത ശേഷം നമ്മുടെ വൈഫൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വൈഫൈ അഡാപ്റ്റർ ഒന്ന് കണക്ട് ചെയ്യണം. ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ സെയിം വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനിപ്പോൾ ഏകദേശം 19.87 ഡൗൺലോഡിങ് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നെറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നിയത്. ഇപ്പോൾ നമ്മുടെ ടെറാബൈറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ TP-Linkൻ്റെ ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മുടെ ഈ ഒരു TP-Linkൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെറാബൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റി കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കളയുക, പുതിയതൊരെണ്ണം വാങ്ങാം. TP-Linkനാണെന്നുണ്ടെങ്കിൽ അവർ 3 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ TP-Linkനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഞ്ചിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഞാനിപ്പോൾ ടെറാബൈറ്റിൻ്റെ ഈ ഒരു USB അഡാപ്റ്റർ വാങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ടുണ്ടാവും. ഇതുവരെ ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഈ ഒരു TP-Linkൻ്റെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ. രണ്ടും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻറ്റ് യൂസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും TP-Link ഞാൻ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് USB അഡാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെറാബൈറ്റ് എടുക്കാവുന്നതാണ്. ഈ ഒരു TP-Linkൻ്റെ ഏകദേശം പ്രൈസ് വന്നത് 650 to 700 രൂപയോളം പ്രൈസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെറാബൈറ്റിൻ്റെ പ്രൈസ് വന്നത് ഏകദേശം 250 to 300, 350 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ള വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.